ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ വിനായകൻ. അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കണ്ട എന്ന് ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതിയെന്നും താൻ ഒരു സിനിമ നടനാണ്, സിനിമ നിർമ്മിക്കുകയും ഡയറക്ട് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്നും ഇത് ഇന്ത്യയാണെന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വിനായകന്റെ കുറിപ്പ്: സിനിമ തന്റെയും തന്റെ കൂടെ നിൽക്കുന്നവരുടെയും കുടുംബ സ്വത്താണോ? മേനക സുരേഷ് കുമാറെ. അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കണ്ട എന്ന് തന്റെ ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതി. ഞാൻ ഒരു സിനിമ നടനാണ്. ഞാൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്ട് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയാണ്. നേരത്തെ മലയാളത്തിലെ സിനിമ നിർമ്മാതാക്കൾ കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സുരേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു. 100 കോടി രൂപ ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരുമോ എന്ന വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ താരങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തു. തങ്ങളുടെ പടം 100 കോടി ക്ലബ്ബിൽ കയറിയെന്ന് പറയുന്നത് നിർമ്മാതാക്കളല്ലെന്നും താരങ്ങളെ അവരെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നും സുരേഷ് കുമാർ ആരോപിച്ചു. സ്വന്തം ഗതികേട് അറിയുന്ന നിർമ്മാതാക്കളെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം 200 സിനിമകൾ ഇറങ്ങിയതിൽ ആകെ 24 സിനിമകൾ മാത്രമാണ് ഓടിയത്. വിജയശതമാനം എന്ന് പറയുന്നത് വെറും 12% മാത്രമാണ്. 176 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയായിരുന്നു. 650 മുതൽ 700 വരെ കോടിക്കിടയിലാണ് സിനിമ രംഗത്ത് കഴിഞ്ഞ വർഷം നിർമ്മാതാക്കൾക്ക് സംഭവിച്ച നഷ്ടം. പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട ഗതികേടിലാണ്. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മലയാള സിനിമ. ഏറ്റവും വലിയ പ്രശ്നം നടീനടന്മാരുടെ പ്രതിഫലമാണ്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രതിഫലമാണ് താരങ്ങൾ വാങ്ങുന്നത്. അമിതമായ പ്രതിഫലമാണ് താരങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നീ കാര്യങ്ങളാണ് ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് കുമാർ പറഞ്ഞത്. അതിനിടെ താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെയും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് കുമാർ വിമർശിച്ചിരുന്നു.